സിപിഐഎമ്മിന് ഇനി എം.എ. ബേബി നയിക്കും. എം.എ. ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള പി.ബി. ശുപാർശ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. കേരളത്തിൽ നിന്ന് പുതുതായി ആരും പി.ബിയിൽ ഉണ്ടായേക്കില്ല. പി.കെ. ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായേക്കും. കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ, യു വാസുകി, മറിയം ധാവ്ലെ എന്നിവർ പി.ബിയിലെത്തും. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, അങ്ങനെ ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ്. ആ പേര് ഏതായാലും നമുക്ക് പറയാം എന്ന് തന്നെ കരുതുന്നു. സിപിഐഎം പുതിയ ജനറൽ സെക്രട്ടറിയായി എം.എ. ബേബി ചുമതലയേൽക്കുമെന്നൊക്കെയുള്ളത്. ഈ ഔദ്യോഗിക പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ അതെപ്പോഴാണ്? ഇനി അടുത്ത കാര്യപരിപാടികൾ എന്തൊക്കെ? അനുജ, സാങ്കേതിക നടപടികൾ മാത്രമാണ് ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം.എ. ബേബിയെ പ്രഖ്യാപിക്കുന്നതിനുള്ള തടസ്സമായുള്ളത്. കാരണം പാർട്ടി കോൺഗ്രസിൽ ഇനി 1-2 അജണ്ടകൾ കൂടി ബാക്കിയാണ്. രാവിലെ 11 മണിക്ക് ശേഷമാണ് ഈ പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് മറുപടി ആരംഭിച്ചിരിക്കുന്നത്. മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം ബി രാഘവലുവാണ് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മറുപടി ചർച്ച കഴിഞ്ഞ ശേഷം ഭരണഘടനാ ഭേദഗതി ഒന്നുകൂടി അജണ്ടയിലുണ്ട്. ആ അജണ്ടയും പൂർത്തീകരിച്ച ശേഷമായിരിക്കും പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും അതുവഴി പുതിയ ജനറൽ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുന്ന നടപടികളിലേക്ക് പാർട്ടി കോൺഗ്രസ് കടക്കാൻ പോകുന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആ തീരുമാനം വരും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം അനൗപചാരികമായി ആയിക്കഴിഞ്ഞു. പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കാനായി ചേർന്ന കേന്ദ്ര കമ്മിറ്റി 11 മണിയോടെയാണ് സമാപിച്ചത്. ആ യോഗത്തിൽ പി.ബിയുടെ നിർദ്ദേശമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബിയുടെ പേര് പ്രകാശ് കാരാട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്ര കമ്മിറ്റി പച്ചക്കൊടി വീശി. അങ്ങനെ എം.എ. ബേബി, കേരളത്തിലുള്ള എം.എ. ബേബി സിപിഐഎമ്മിന് ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണ്. ഇനി ബാക്കിയുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ്. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതുതായി ആരൊക്കെ വരും എന്നതാണ് അടുത്ത ആകാംക്ഷ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പുത്രത്ത് ദിനേശിൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും പേരുകളാണ്. എം.പി. രാജേഷ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുമെന്ന് സൂചനകളുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് കേന്ദ്ര കമ്മിറ്റിയുടെ പുതിയ പാനലിൽ ഇല്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. എങ്കിലും റിയാസിൻ്റെയും പുത്രത്ത് ദിനേശിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഇനി ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. കാരണം പുതിയ കേന്ദ്ര കമ്മിറ്റിയാണ് കമ്മിറ്റിയുടെ പാനൽ പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കുമ്പോഴാണ് ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ പൂർണ്ണ വ്യക്തത വരിക. പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചാലേ അത് അന്തിമമാകുകയുള്ളൂ. സിപിഐഎമ്മിന്റെ ജനറൽ സെക്രട്ടറിയായി എം.എ. ബേബി ചുമതലയേൽക്കും. ഇനി ഔദ്യോഗിക നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നതാണ് ആർ ശ്രീജിത്ത് മധുരയിൽ നിന്ന് നൽകിയ വിവരം.